അതായത് ഈ വിദ്വാൻ ഒരു ഹാബിച്വൽ ക്രിമിനലാണ് എന്നുള്ളത് അന്ന് തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ അനാവശ്യമായി പ്രൊമോട്ട് ചെയ്തു, അദ്ദേഹത്തെ അവരുടെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു. അതിനേക്കാളും വലിയ പാതകം പാലക്കാട് ഇത്രയധികം കോൺഗ്രസ് നേതാക്കളുണ്ടായിട്ട് ഈ വിദ്വാനെ പാലക്കാട് കൊണ്ടുവന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിച്ചു. ഇങ്ങനെ ഇതെല്ലാം ചെയ്തതിൻ്റെ പിന്നിൽ കോൺഗ്രസ് പാർട്ടിയാണ്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇങ്ങനത്തെ ഒരു ഹാബിച്വൽ ക്രിമിനൽ ഈ ഓഫീസുകളിലേക്ക് എത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയാണ് അതിന് മറുപടി പറയേണ്ടതായിട്ടുള്ളത്. അത് അവർ പറയണം. ഇന്നലെ ഷാഫി പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുലിനെ ആക്കാൻ ഞാൻ ഒരുപാട് പണിയെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഷാഫി പണിയെടുത്ത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ രാഹുലിനെ ശ്രമിച്ചത്. അതാണ് കോൺഗ്രസ് പാർട്ടി. അത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് ഇമാതിരി സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങളൊന്നും അവർക്ക് ഒരു തിന്മയായിട്ട് കണക്കാക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അങ്ങനെയുള്ളവരെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് വലിയ ഓഫീസുകളിലെത്തിയപ്പോൾ ആ ഓഫീസിൻ്റെ പരിരക്ഷണയിലാണ് അവർ ഈ കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് കോൺഗ്രസ് പാർട്ടി. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, പൊതുസമൂഹം മനസ്സിലാക്കട്ടെ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു എന്താ പറയുക, കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ തരത്തിലുള്ളൊരു ജീർണതയാണോ അതോ അതിൽ ചില ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ജീർണതയായിട്ടാണോ കണക്കാക്കുന്നത്? കോൺഗ്രസ് പാർട്ടി ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതാണെങ്കിൽ ആ വ്യക്തിയെ അപ്പം തന്നെ അവർ ഒഴിവാക്കി അവരെ പാർട്ടി ശുദ്ധീകരിക്കുക ചെയ്യുക. കോൺഗ്രസ് പാർട്ടിക്ക് അതിന് കഴിയാത്തതിൻ്റെ കാരണം ആ പാർട്ടി അങ്ങനെ അധപ്പതിച്ച സംസ്കാരത്തിൻ്റെ പാർട്ടിയാണ്. അതാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്. ഇപ്പോൾ ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. എത്രയോ വർഷങ്ങളുടെ മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ്, ഏർലി 90s യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു ലേഡി, നൈന സാഹിനി എന്നാണ് അവരുടെ പേര്. ഇതിന് സമാനമായിട്ടുള്ള വിധത്തിലായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവ് ആ സ്ത്രീയെ തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ട് കരിച്ചു. ആ സ്ത്രീ ഗർഭിണിയായിട്ട് വിവാഹം നടത്തണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ കോൺഗ്രസ്സിൽ ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല.